ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇജുവാല 2.0. +2 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എക്സാം. നമുക്ക് ക്രിസ്മസ് എക്സാം വരുന്നത് 16th അല്ലേ, 16-ാം തീയതിയാണ് നമുക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എക്സാം വരുന്നത്. പക്ഷേ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എക്സാമിന് മുന്നേ നമ്മുടെ അക്കൗണ്ട്സും ബിസിനസ്സും ഒക്കെ കഴിയും. പിന്നെ നമുക്ക് 14-ഉം 15-ഉം മുടക്കുണ്ട് അല്ലേ. ആ 2 ദിവസം നിങ്ങൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മാത്രമാണോ പഠിക്കുക? നമുക്ക് ലാംഗ്വേജസ് വരുന്നുണ്ട്, ഇക്കണോമിക്സ് എല്ലാം എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഓരോ പാഠത്തിൽ നിന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ അറിയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 9 പാഠങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 4, 5, 6, 7, 8, 9 6 പാഠങ്ങൾ. ഓക്കെ, 4, 5, 6, 7, 8, 9 ഈ 4 പാഠങ്ങളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇതിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ അന്ന് വളരെ മുടക്കായിരിക്കും, കാരണം അവരുടെ സ്റ്റാറ്റ് മാത്സ് ഒക്കെ ഫസ്റ്റ് കഴിയും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഓരോ പാഠത്തിൽ നിന്നും എത്ര മാർക്കിൻ്റെ പോർഷൻസ് ആണ് പഠിക്കേണ്ടതെന്ന്. പിന്നെ അതിന് മുന്നേ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനി ക്രാഷ് ബാച്ചുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് ബാച്ചസ് എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മിസ് ചെയ്തിരിക്കുന്നത് പാഠങ്ങളെല്ലാം ബാക്കിൽ നിന്നാണ്, അതായത് 9, 8, 7 ആ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം ക്രിസ്മസ് എക്സാം അല്ലേ, നിങ്ങൾ കൂടുതലും ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ബാക്ക് പോർഷൻസിൽ നിന്ന് പഠിച്ചാൽ മതിയാവും. നമുക്ക് ഫൈനൽ എക്സാം ഒക്കെയാണ് വെച്ചെങ്കിൽ തുടക്കം മുതൽ പഠിച്ചുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, കാരണം എല്ലാ ഏരിയയും നമുക്ക് കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. പക്ഷേ എന്താ പറയുക, ബാക്കി ഇപ്പോൾ ഈ ക്രിസ്മസ് എക്സാം ഓണപരീക്ഷയ്ക്കാണെങ്കിലാണ് ഇങ്ങനെ നമുക്ക് ഇഷ്യൂസ് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് 9-ാം പാഠത്തിൽ നിന്നാണ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് 8 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമുക്ക് ഈ പാഠത്തിൽ നിന്നുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ SQL എന്ന ലാംഗ്വേജിലെ ഡാറ്റ ടൈപ്സുകൾ, കമ്പോണൻസ്, കാരണം C++, HTML ഒക്കെ പോലെ തന്നെ ഒരു പ്രോഗ്രാം ലാംഗ്വേജ് ആണ് SQL. ജാവയുടെ ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ SQLൻ്റെ ഡാറ്റ ടൈപ്സും കമ്പോണൻസും നിങ്ങൾ ആദ്യം പഠിക്കുക. ഇതൊക്കെ നമുക്ക് 3 മാർക്ക് 4 മാർക്കിനൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ കോളം കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് ക്ലോസസ്, ഇതെല്ലാം 3 മാർക്ക്, മാക്സിമം 5 മാർക്കിന് അങ്ങനെ കാണാറില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് 5 മാർക്കിന് ചോദിക്കാം. ക്ലോസസ് എന്ന് പറയുമ്പോൾ അവിടെ വേർബ് ബൈ ക്ലോസ് ഉണ്ട്, അതുപോലെ ഓർഡർ ബൈ. ഓരോ ക്ലോസസും എന്തിന് യൂസ് ചെയ്യുന്നു അത്ര ഓരോ ലൈൻ അറിഞ്ഞിരുന്നാൽ മതി, അല്ലാതെ എക്സ്പ്ലനേഷൻ ആയിട്ടൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല SQLലും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലും. അപ്പോൾ കോളം കൺസ്ട്രെയിൻസും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയിരുന്നാൽ ഏതൊക്കെയാണ് കോളം കൺസ്ട്രെയിൻസ് എന്ന് വായിച്ച് അതേപോലെ ഓരോന്ന് എന്തിനാണ് യൂസ് ചെയ്യണം അത്ര മാത്രം മതി കേട്ടോ. പിന്നെ 8-ാം പാഠത്തിൽ നിന്ന് നമുക്ക് അടുത്ത പാഠം 8-ാം പാഠമാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. നമുക്ക് ഇവിടെ വരുന്നത് 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. അപ്പം നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്, ഈ പാഠമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ടോപ്പിക്കുകൾ ഇവിടെ ഉണ്ട്. ആദ്യം നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് DBMS, നമുക്കിത് 4 മാർക്ക് 5 മാർക്കിലേക്ക് പോവാം കേട്ടോ. കമ്പോണൻസ് ഓഫ് DBMS നമുക്ക് 5 മാർക്കിലേക്ക് പോവാം. യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ് 3 മാർക്കിലേക്ക് വരാം. ടെർമിനോളജീസ് ഇൻ RDBMS 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് കീസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ RDBMS, ഓൾട്ടർനേറ്റീവ് പ്രൈമറി കീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കീകളും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കണം. അതേപോലെ തന്നെ കുറേ ഓപ്പറേഷൻസ് ഉണ്ട് നമ്മുടെ RDBMS. ഏതൊക്കെയാണെന്ന് അറിയാം, സെലക്ട് ഓപ്പറേഷൻ, പ്രൊജക്റ്റ് ഓപ്പറേഷൻ, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ. ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണ് നിങ്ങൾ വേണ്ടത്. ഓരോ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് യൂസ് ചെയ്യുന്നത്. സെലക്ട് ഓപ്പറേറ്റർ, അതിൻ്റെ എന്താണ് സിമ്പിൾ, നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ടിട്ടാണ് ടേബിൾ ക്രിയേഷൻ ഒക്കെ നടത്തിയിട്ട് അതിൽ നമ്മൾ അറിയാം. അപ്പോൾ എല്ലാ ഓപ്പറേറ്റേഴ്സും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയണം കണ്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ആദ്യം പഠിക്കുക. ഒരുപാട് വെയിറ്റേജ് ഉള്ള കാരണമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങളോട് ആദ്യം പഠിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. ഓക്കെ, പിന്നീട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ്. അവിടെ 4 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ളൂ. ഇത് നമ്മൾ വെയിറ്റേജിൻ്റെ കാര്യമില്ല, നമ്മൾ ഏകദേശം നിങ്ങൾക്ക് ഓരോ പാഠം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെയിറ്റേജ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് 3 മാർക്കിന്, CMS എന്താണ്, FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്താണ് 2 മാർക്കിന്. അപ്പോൾ 2 മാർക്കിന് എന്താണെന്ന് മാത്രം ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിക്കാം. കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതെന്താണ് 2 മാർക്സിൻ്റെ ഒരു 3-4 സെൻറ്റൻസ് മതി. ദെൻ നെക്സ്റ്റ് ആണ്
ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്, അതായത് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടുള്ള പാഠമാണ്. 6 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമുക്കുള്ളത്. ഇവിടെ സ്ക്രിപ്റ്റ് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്സ്, ജാവാസ്ക്രിപ്റ്റിലെ ഓപ്പറേറ്റേഴ്സ്, ഇതെന്തിനാണ് യൂസ് ചെയ്ത് 2 മാർക്കിനായിട്ടോ ചോദിക്കാറ്. ദെൻ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, നമുക്ക് എങ്ങനെ സ്ക്രിപ്റ്റ് വെബ് പേജിൽ ആഡ് ചെയ്യാം, എക്സ്റ്റേണൽ ഫയലായിട്ടും ഇൻറ്റേർണൽ ഫയലായിട്ടും അറ്റാച്ച് ചെയ്തിട്ടൊക്കെ എങ്ങനെ ആഡ് ചെയ്യാം, അങ്ങനെ 3 മാർക്ക്. അപ്പോൾ ഓരോ മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട്. ദെൻ നെക്സ്റ്റ് 5ാം പാഠത്തിലേക്ക് പോവാം. വെബ് ഡിസൈൻ യൂസിങ് HTML, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ തന്നെയാണ്. വെബ് ഡിസൈനിങ് യൂസിങ് HTML വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. 8 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റുകൾ, അതായത് ഡെഫിനിഷൻ ലിസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ അൺഓർഡർ ലിസ്റ്റ്, ഓർഡർ ലിസ്റ്റ്, 3 തരം ലിസ്റ്റുകൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, അതിൻ്റെ ടാഗുകൾ, എങ്ങനെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം, അതായത് ഹൈപ്പർ ലിങ്ക് നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം അത് പഠിക്കണം. ടേബിൾ ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സും TR, TD, അതുപോലെ TRും TDയും, അതുപോലെ തന്നെ ടേബിൾ ഡ്രോയും, അതുപോലെ ടേബിൾ ഡാറ്റയും ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ടാഗുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോം ടാഗ് എന്തിനു യൂസ് ചെയ്യുന്നു, ഫോം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞാൽ 4ാം പാഠത്തിലേക്ക് കടക്കുകയാണ്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു ചാപ്റ്ററാണ് 4ാം പാഠം. വെബ് ടെക്നോളജിയാണ്. 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. പക്ഷെ ഇത് ഓണപ്പരീക്ഷയ്ക്ക് കുറേ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ 9, 8, 7 ആണ് നല്ല പോലെ പഠിക്കേണ്ടത്. ഈ ഒരു പാഠത്തിൽ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് തമ്മിലുള്ള ഡിഫറൻസസ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് തമ്മിലുള്ള ഡിഫറൻസസ്, അത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് തമ്മിലുള്ള ഡിഫറൻസസ്, ഏതെങ്കിലും 5 സ്ക്രിപ്റ്റ് ലാംഗ്വേജസ്, അതായത് ജാവാ സ്ക്രിപ്റ്റുകൾ, അതുപോലെ തന്നെ ASP, PSP എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റുകൾ, സ്ട്രക്ചർ ഓഫ് HTML, നമുക്ക് 5 മാർക്കിലേക്ക് പോകാറുണ്ട് കേട്ടോ. സ്ട്രക്ചർ ഓഫ് HTML, ബോഡി ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സുകളും, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ, മാർക്യൂ ടാഗ് എന്താണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ, IMG ടാഗ് എന്തിനു യൂസ് ചെയ്യുന്നു അതിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ 4ാം പാഠം ലാസ്റ്റ് നോക്കിയാൽ മതിയാവും. 5ഉം 4ഉം ലാസ്റ്റ് നോക്കുക. നിങ്ങൾ 9, 8, 7, 6 ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 60-ലെ പാസ് മാർക്ക് 18ഉം ഡബിൾ പാസ് എന്ന് പറയുന്നത് 36ഉം A+ എന്ന് പറയുന്നത് 50 മാർക്കിൻ്റെ മുകളിലുമാണ്. സോ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടാനുള്ള എല്ലാ തിയറീസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓരോ പാഠങ്ങളായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പാഠങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നയിച്ചെടുക്കാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.